Divisional Accountant Office, Important Question, Part 4, Depreciation Accounting. First question, 48. What do you mean by depreciable cost of an asset? Depreciable cost of an asset is equal to its cost less, means minus net residual value. അപ്പോൾ നമുക്കിവിടെ നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ എന്താണെന്ന് നോക്കണം. റെസിഡ്യൂവൽ വാല്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റെസിഡ്യൂവൽ വാല്യൂ ഈസ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ആൻ അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ യൂസ്ഫുൾ ലൈഫ്. അപ്പം നമ്മൾ ഒരു വാല്യൂ, ഒരു ഫിക്സഡ് അസറ്റിന് ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് ഇടുവാണ്. ലൈഫ് ഇട്ടിട്ട് ആ ടൈമിൽ ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് ഒരു മെഷീനറി നമ്മുടെ ഓർഗനൈസേഷനിൽ 2020 വാങ്ങിച്ചു. നമ്മൾ അതിന് എസ്റ്റിമേറ്റഡ് ലൈഫ് ഇട്ടതെന്നാണ് 2025. 5 വർഷത്തേക്ക് ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ ഇടുവാണ്, എസ്റ്റിമേറ്റഡ് ലൈഫ് ഇടുവാണ്, എസ്റ്റിമേറ്റഡ് ലൈഫ്. അപ്പോൾ ഈ 2025 അതിന് കിട്ടുന്ന വാല്യൂ, ആ മെഷീനറിക്ക് കിട്ടുന്ന വാല്യൂ ആണ് റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് റെസിഡ്യൂവൽ വാല്യൂ മൈനസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തിൽ നിന്നും? ഡിപ്രീസിയബിൾ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് കോസ്റ്റ് ലെസ്. നമ്മൾ ഓരോ വർഷവും ആ ഫിക്സഡ് അസറ്റിന് മൈനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെസ് ചെയ്യുന്ന എമൗണ്ട്, ആ ഒരു കോസ്റ്റ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂവിന് ഈക്വൽ ആവണം എന്നാണ് പറയുന്നത്. അപ്പം വാട്ട് യു മീൻ ബൈ ഡിപ്രീസിയബിൾ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ്? അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റിന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ലൈഫിലേക്ക് ഓരോ വർഷവും നമ്മൾ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്, ലെസ് ചെയ്യുന്നുണ്ട്. ആ എമൗണ്ട് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ എസ്റ്റിമേറ്റഡ് ലൈഫിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ലൈഫിലേക്ക് വരുമ്പോൾ ആ എൻഡിൽ ആ അസറ്റിനുണ്ടാവുന്ന എമൗണ്ട് ഈക്വൽ ആയിരിക്കണം എന്നാണ് ഡിപ്രീസിയബിൾ കോസ്റ്റ് ഓഫ് അസറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് 49. Depreciation accounting mainly concerned with a rational and systematical distribution of the cost over the estimated useful life of asset. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ്ങിലോട്ട് കൊണ്ടുവരുന്നത്? മെയിൻലി കൺസേൺഡ് വിത്ത് റാഷണൽ ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു കമ്പനിക്ക് യൂസ്ഫുൾ ലൈഫ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന 5 വർഷമാണെങ്കിൽ ആ 5 വർഷവും നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഡിപ്രീസിയേഷൻ കോസ്റ്റ്. ഇപ്പോൾ എന്താണ് അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് മെയിൻലി കൺസേൺഡ് വിത്ത് എ റാഷണൽ ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ഓവർ ദ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. നെക്സ്റ്റ് 50. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് പബ്ലിക് അക്കൗണ്ടൻസ്, ഡിപ്രീസിയേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ആരാണ്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. എന്താ പറയുന്നത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് എയിംസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോസ്റ്റ് ഓർ അതർ ബേസിക് വാല്യൂ ഓഫ് ടാഞ്ചിബിൾ അസറ്റ് ഓവർ ദ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. ഇപ്പം എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെയാണ്. എന്തിൻ്റെ ഡെഫിനിഷനാണ്? അക്കൗണ്ടിങ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് അക്കൗണ്ടിങ് ആണെന്നാണ് പറയുന്നത്. എയിംസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോസ്റ്റ്. എന്താണ്? കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഓർ അതർ ബേസിക് വാല്യൂ ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഒരു ഫിക്സഡ് അസറ്റുകൾ വരാം, മെഷീനറി വരാം, ലാൻഡ് വരാം, ബിൽഡിംഗ് വരാം, വെഹിക്കിൾ വരാം. ടാഞ്ചിബിൾ അസറ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു കോസ്റ്റ് ഡിസ്ട്രിബ്യൂഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓവർ ദ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. എന്തിനു മേലെ? നമ്മളതൊരു എസ്റ്റിമേറ്റഡ് ലൈഫ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിന്മേൽ നമ്മൾ മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? 52. ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ഡിപ്രീസിയബിൾ കോസ്റ്റ്. അപ്പം താഴെ നമുക്കൊരു ഡിപ്രീസിയബിൾ കോസ്റ്റിൻ്റെ ഒരു കാൽക്കുലേഷനാണ് പറഞ്ഞേക്കുന്നത്. ലെറ്റസ് അസ്യൂം എ ഫേം പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹50,000 ആൻഡ് ഇറ്റ് ഹാസ് ബീൻ useful life of 10 years. At the end of 10 years, it is expected to have a sale value of ₹6,000, but the expenses related to disposal of ₹1,000, then the net residual value is. അപ്പോൾ നമുക്കവിടെ നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു 50,000 രൂപയ്ക്ക് വാങ്ങിച്ച മെഷീനറി നമ്മൾ എസ്റ്റിമേറ്റഡ് ലൈഫ് എത്ര ഇട്ടു? 10 വർഷമാണ് ഇട്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 10 വർഷം കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ ഇതിനെ എന്ത് ചെയ്യുവാണ്?
സെല്ല് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 6000 ആയി. 6000ൻ്റെ കൂടെ എന്തും കൂടെ ആയി, കുറച്ച് എക്സ്പെൻസസും കൂടെ അതിന് വന്നു. എത്ര? 1000 രൂപ ഒരു എക്സ്പെൻസസും കൂടെ വന്നു. അപ്പോൾ നമ്മൾ ഈ 6000ത്തിൽ നിന്ന് 1000 കൂടെ കുറച്ച് 5000 ആണ് എന്ത് കാണിക്കേണ്ടത്? അതിൻ്റെ എന്താണ്? ദെൻ ദ നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത്. നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5000 ആണ്. കാരണം 6000 നമ്മൾ എടുക്കില്ല, അതിനകത്തുനിന്ന് നമുക്ക് എന്തും കൂടെ കുറയ്ക്കണം, നമുക്കുണ്ടായ എക്സ്പെൻസസും കൂടെ കുറയ്ക്കണം. അപ്പം ഇവിടെ കാണേണ്ടത് എന്തായിരുന്നു? നെറ്റ് റെസിഡ്യുവൽ വാല്യൂ. എന്ത്? എസ്റ്റിമേറ്റഡ് ലൈഫ് നമ്മളിട്ടത് 10 വർഷമാണ്. 10 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ കിട്ടുന്ന നെറ്റ് റെസിഡ്യുവൽ വാല്യൂ ഓഫ് ദി അസറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എത്രയാണ്? 5000. എങ്ങനെയാണ് 5000 വന്നത്? അപ്പം നമ്മൾ 10 വർഷം മുമ്പ് ആ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ 50,000 രൂപയായിരുന്നു. അത് 10 വർഷം കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ സെല്ല് ചെയ്തപ്പോൾ 6000 ആയി. 6000 എമൗണ്ടാണ് നമുക്ക് കൈ കിട്ടിയത്. പിന്നെ അതിൽ നിന്ന് എന്തായി? നമുക്കതിന് വേണ്ടി കുറച്ച് എക്സ്പെൻസസ് വന്നു, 1000 രൂപ. അതും മൈനസ് ചെയ്ത് ബാക്കി ടോട്ടൽ എമൗണ്ടായ 5000ത്തിനെയാണ് നമ്മൾ നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ദ ഡിപ്രീസിയബിൾ കോസ്റ്റ് ഓഫ് ദി മെഷീനറി ഈസ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിപ്രീസിയബിൾ കോസ്റ്റ് കാണണമെങ്കിൽ, ആ മെഷീനറിയുടെ ഡിപ്രീസിയബിൾ കോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് 50,000 രൂപയ്ക്ക് വാങ്ങിച്ച മെഷീനറിയാണ്. ഇപ്പോൾ നമുക്ക് എത്രയേ കിട്ടിയുള്ളൂ? 5000 കിട്ടിയുള്ളൂ. അപ്പം എന്താണ് നെറ്റ്? ദെൻ ദ ഡിപ്രീസിയബിൾ കോസ്റ്റ് ഓഫ് മെഷീനറി ഈസ് 45,000. Therefore 45,000 shall be charged as depreciation over a period of 10 year. അപ്പം നമുക്ക് ഡിപ്രീസിയേഷൻ ഫണ്ടിലേക്ക് നമ്മൾ എത്ര രൂപ മാറ്റി? 45,000 രൂപയും നമ്മൾ മാറ്റി കഴിഞ്ഞു. നമുക്ക് 5 രൂപ നമുക്ക് കിട്ടി. ആ മെഷീനറി നമ്മൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് കൊടുത്തപ്പോൾ നമുക്ക് 5 രൂപ കിട്ടി. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 45,000 രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഓരോ 10 വർഷവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 വർഷത്തേക്ക് നമ്മൾ 45,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് എന്ത്? ഡിപ്രീസിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 53. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓവർ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ഡിപ്രീസിയബിൾ കോസ്റ്റ്. അപ്പം നമ്മൾ ഓരോ വർഷവും മാറ്റുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് അതിൻ്റെ എൻഡിൽ എന്താണ്? എൻഡിൽ അതിൻ്റെ ഡിപ്രീസിയബിൾ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ എമൗണ്ട് അതിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള യൂസ്ഫുൾ ലൈഫിലേക്ക് ഇപ്പോൾ 10 വർഷം നമ്മളൊരു മെഷീനറി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ലൈഫ് 10 ഇട്ടിട്ട് ഓരോ വർഷവും നമ്മൾ മാറ്റുക. നേരത്തെ എക്സാമ്പിൾ 50,000 രൂപയ്ക്ക് വാങ്ങിച്ചൊരു മെഷീനറിയാണ്. 10 വർഷം നമ്മൾ ലൈഫ് ഇട്ടു. 10ാമത്തെ വർഷം നമ്മളത് വിൽക്കുമ്പോൾ നമുക്ക് എത്ര രൂപയെ കിട്ടിയുള്ളൂ? 5000 രൂപയെ കിട്ടിയുള്ളൂ. പക്ഷെ നമ്മൾ ഈ 10 വർഷത്തിൽ ഓരോ വർഷവും മാറ്റി വെച്ച എമൗണ്ടുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപയുണ്ട്? 45,000 രൂപയുണ്ട്. ഓക്കെ, അടുത്തത് 54. ഇഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഈസ് ലെസ് ദാൻ ദ ഡിപ്രീസിയബിൾ കോസ്റ്റ്, ദെൻ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് അണ്ടർ റിക്കവേർഡ് ആൻഡ് ഇറ്റ്സ് വയലേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ മാച്ചിങ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ. സോ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളൊരു എമൗണ്ട് ചാർജ് ചെയ്ത് ഡിപ്രീസിയേഷൻ എമൗണ്ട് ചാർജ് ചെയ്തത് കുറഞ്ഞു പോയി. ചാർജ് ഈസ് ലെസ് ദാൻ ദ ഡിപ്രീസിയബിൾ കോസ്റ്റ്. ഡിപ്രീസിയബിൾ കോസ്റ്റ് അത് 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കോസ്റ്റാണ് ഡിപ്രീസിയബിൾ കോസ്റ്റ്. ആ കോസ്റ്റ് നമ്മൾ മുൻകൂട്ടി ഫിക്സ് ചെയ്ത ചാർജിൽ തമ്മിൽ നോക്കിയപ്പോൾ കുറഞ്ഞു പോയി. മുൻകൂട്ടി തീരുമാനിച്ച ഡിപ്രീസിയേഷൻ കോസ്റ്റ് നമുക്ക് എന്ത് കുറഞ്ഞു പോയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുമോ? കവർ ചെയ്യുമോ? അവിടെ എന്ത് വരും? ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിലുള്ളൊരു മിസ്മാച്ച് വരും. ആ പ്രിൻസിപ്പിൾ അവിടെ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 10 വർഷം എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ 10 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ഫണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ ബാധിക്കും, റവന്യൂവിനെ എക്സ്പെൻസസിനെ ഒക്കെ ബാധിക്കും. സോ അതാണ് അവിടെ പറയുന്നത്. എന്താ അവിടെ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. ഡിപ്രീസിയേഷൻ കോസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ. ദ റേറ്റ് ആൻഡ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആർ സബ്ജക്റ്റഡ് ടു ലീഗൽ പ്രൊവിഷൻ. ദീസ് ലീഗൽ പ്രൊവിഷൻ ആർ ടു ബി ഹോണേഡ് ഓൺ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. അപ്പം നമുക്ക് എന്താണ്? ചില മെത്തേഡ്സുകളുണ്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും മെത്തേഡ്സുകളുണ്ട്. ദ റേറ്റ് ആൻഡ് മെത്തേഡ് ഫോർ ഡിപ്രീസിയേഷൻ ഈ സബ്ജക്റ്റ് ടു ലീഗൽ പ്രൊവിഷൻ. ദീസ് ലീഗൽ പ്രൊവിഷൻ ആ ലീഗൽ പ്രൊവിഷൻ വെച്ചിട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ
കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓരോ എസ്റ്റിമേറ്റഡ് ലൈഫിലേക്കുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചില റേറ്റ്സുകളും മെത്തേഡ്സുകളും ഉപയോഗിച്ചിട്ടാണ്. 52 വാട്ട് ഡു യു മീൻ ബൈ യൂസ്ഫുൾ ലൈഫ്? യൂസ്ഫുൾ ലൈഫ് എന്താണെന്നാണ് താഴെ പറയുന്നത്. എന്താണെന്ന് നോക്കാം. യൂസ്ഫുൾ ലൈഫ്, ഇറ്റ് ഇമ്പൾസസ് ദ പീരീഡ് ഫോർ വിച്ച് എ ഫിക്സഡ് അസറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി സർവീസ് ടു ദ കൺസേൺ. അപ്പം നമ്മുടെ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ച് അത് നമ്മുടെ ബിസിനസ്സിൽ എത്ര ടൈം വരെ എഫക്റ്റീവായിട്ട് നമുക്ക് സർവീസ് തരുന്നുണ്ട് എന്ന് പറയുന്നതിനെയാണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി ഫിക്സഡ് അസറ്റ്, ഇറ്റ് ഇമ്പൾസസ് ദ പീരീഡ് ഫോർ വിച്ച് എ ഫിക്സഡ് അസറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി സർവീസ് ടു ദ കൺസേൺ. അപ്പോൾ എഫക്റ്റീവായിട്ട് സർവീസ് കൺസേണിന് തരുന്ന സമയം വരെയുള്ള പീരീഡിനെ പറയുന്ന പേരാണ് യൂസ്ഫുൾ ലൈഫ്. നെക്സ്റ്റ് 53, ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫിന് എക്സാമ്പിളാണ് താഴെ പറഞ്ഞേക്കുന്നത്. എ മെഷീനറി ഈസ് പർച്ചേസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ പ്രോസസ് ഫോർ 5 years. ആഫ്റ്റർ 5 years the machinery may still to be good physical condition but cannot be used production profitably. That is, if it is still used, the cost of production may be high. Therefore, the useful life of the machine is considered to be 5 years, irrespective of physical life. നമുക്കിവിടെ എന്താണ് പറയുന്നത്, നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തു. അതിന് നമ്മളൊരു എസ്റ്റിമേറ്റഡ് ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു 5 വർഷം. ഈ 5 വർഷം കഴിഞ്ഞിട്ടും ഈ മെഷീനറി എന്താണ്, നല്ല ഫിസിക്കൽ കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്താ കുറഞ്ഞു, പ്രൊഡക്ഷൻ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു. ഫിസിക്കൽ ലൈഫ് നമ്മളുടേത് കഴിഞ്ഞു, പക്ഷെ എന്തുണ്ട്, നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ്, പക്ഷെ നമുക്ക് എന്തില്ല, പ്രൊഡക്ഷൻ പ്രോഫിറ്റബിലിറ്റി ഇല്ല. അപ്പം അങ്ങനെ വരുന്ന കേസിലാണ് യൂസ്ഫുൾ ലൈഫ്, നമ്മൾ ആ ഒരു മെഷീനെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത ലൈഫിനെ പറയുന്ന പേരാണ് യൂസ്ഫുൾ ലൈഫ് എന്നുള്ളത്. അപ്പം നമ്മളിട്ടേക്കുന്ന പീരീഡ് കഴിഞ്ഞു, എസ്റ്റിമേറ്റഡ് പീരീഡ് കഴിഞ്ഞു. പിന്നെ നമുക്കതിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ചോദിച്ചാൽ വർക്കിംഗ് കണ്ടീഷനാണ്. പക്ഷേ അതിനെന്തില്ല, പ്രോഫിറ്റബിലിറ്റി ഇല്ല, അതിനൊരു പ്രൊഡക്ഷൻ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുന്നില്ല. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. 54, അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് 6 യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ് ഈസ്. അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് 6 പ്രകാരം യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, പീരീഡ് ഓവർ വിച്ച് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി യൂസ്ഡ് ബൈ ദ എൻ്റർപ്രൈസസ്. അപ്പം നമ്മൾ ഒരു എൻ്റർപ്രൈസസിൽ ആ ഒരു മെഷീനറിക്ക് ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടും അത് നല്ലൊരു കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് വരെ അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ് എന്ന് പറയുന്നത്. ഇത് അക്കോർഡിംഗ് സ്റ്റാൻഡേർഡ് 6 പ്രകാരമാണ്. നോർമലി യൂസ്ഫുൾ ലൈഫ് ഈസ് ഷോർട്ടർ ദാൻ ഫിസിക്കൽ ലൈഫ്. 55 നോർമലി യൂസ്ഫുൾ ലൈഫിന് എന്താണ്, യൂസ്ഫുൾ ലൈഫ് ഷോർട്ടർ ദാൻ ഫിസിക്കൽ ലൈഫ്. ഫിസിക്കൽ ലൈഫ് എന്തായിരിക്കും, കൂടുതലുണ്ടായിരിക്കും. യൂസ്ഫുൾ ലൈഫ് എന്തായിരിക്കും, കുറവായിരിക്കും. എന്നാൽ അത് ഫിസിക്കലി ഫിറ്റ് ആണ് എന്ന് ചോദിച്ചാലാണ്, ഫിസിക്കലി ആ സാധനം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അതിനെന്താണ്, യൂസ്ഫുൾ ലൈഫ് ചിലപ്പോൾ നമ്മൾ 5 വർഷമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ് 56, ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ് ബട്ട് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ അതർ യൂണിറ്റ്സ്. എക്സാമ്പിൾ, നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആസ് ഇൻ കേസ് ഓഫ് മൈൻസ് ഓർ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്. അപ്പം നമുക്ക് യൂസ്ഫുൾ ലൈഫിനെ എന്താണ്, നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് മാത്രമല്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, വേറെ യൂണിറ്റിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ആ മെഷീനറി ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താണ്, എത്ര വർക്കിംഗ് അവർ അത് വർക്ക് ചെയ്തു, എത്ര മണിക്കൂർ അത് വർക്ക് ചെയ്തു, അപ്പോൾ അവറിൽ പറയാൻ പറ്റും, യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ പറയാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഇയറിൽ മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളിലും നമുക്ക് ഇതിൻ്റെ എന്താണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. 57, ദ യൂസ്ഫുൾ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പോൾ യൂസ്ഫുൾ ഫാക്ടർ, ഒരു മെഷീനറി യൂസ്ഫുൾ ചെയ്യാൻ വേണ്ടി, ആ ഒരു ടൈം പീരീഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും എന്നാണ്. ഒന്ന്, പ്രീ ഡിറ്റർമിൻഡ് ബൈ ലീഗൽ ഓർ കോൺട്രാക്ച്വൽ ലിമിറ്റ്.
അപ്പോൾ അതെന്താണ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ കേസ് ഓഫ് ലീസ് ഹോൾഡ് അസറ്റ് ദ യൂസ്ഫുൾ ലൈഫ് ഈസ് ദ പീരീഡ് ഓഫ് ലീസ്. അപ്പം നമ്മളൊരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നമ്മൾ ലീസിന് എടുത്തിരിക്കുകയാണ്. 10 വർഷത്തേക്കാണ് ലീസിനെടുത്തത്, വാടകയ്ക്ക് എടുത്തത്. അപ്പം ആ അസറ്റ് 10 വർഷം കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ അസറ്റ് തിരിച്ചു കൊടുക്കുക. അതായത് എൻ്റെ കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റ് കഴിഞ്ഞു. അപ്പം അതൊരു ഫാക്ടറാണ് നമ്മുടെ യൂസ്ഫുൾ ലൈഫിനുള്ളത്. 10 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ആ ഒരു മെഷീനറി നമുക്കത് വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് അത് ലീസിനെടുത്തുകൊണ്ടാണ് വന്നത് 10 വർഷത്തേക്ക്. 10 വർഷം കഴിയുമ്പോൾ ആ മെഷീനറി നമ്മൾ തിരിച്ചു കൊടുക്കണം. അതൊരു യൂസ്ഫുൾ ലൈഫിന് ഫാക്ടറാണ്. 2, ദ നമ്പർ ഓഫ് ഷിഫ്റ്റ് ഫോർ വിച്ച് ദ അസറ്റ് ഈസ് ടു ബി യൂസ്ഡ്. അപ്പം ഒരു 24 അവർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നിരിക്കെ അവിടെ പല ഷിഫ്റ്റുകളുണ്ടാവും. മോർണിംഗ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പം ഈ മോർണിംഗ് ഷിഫ്റ്റിലും നൈറ്റ് ഷിഫ്റ്റിലും എല്ലാം ഈ മെഷീനറി യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിനെ അഫക്റ്റ് ചെയ്യും. 4, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് പോളിസി ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ്റെ റിപ്പയർസും മെയിൻ്റനൻസ് പോളിസിയും ഡിപ്രീസിയേഷൻ്റെ യൂസ്ഫുൾ ലൈഫിനെ ബാധിക്കും. 5, ടെക്നോളജിക്കൽ ഒബ്സലൻസ്. പുതിയ ടെക്നോളജി വരുവാണ്. നമ്മളടുത്ത് ഇരിക്കുന്ന മെഷീനറിയേക്കാളും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെഷീനറി മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ യൂസ്ഫുൾ ലൈഫിനെ ബാധിക്കും. ഇന്നൊവേഷൻ, ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ മെത്തേഡ്. അത് നേരത്തെ പറഞ്ഞ ടെക്നോളജിക്കൽ ഒബ്സലൻസ് ഒക്കെ ഏകദേശം ഒരുപോലെ വരിക. പുതിയ ഇന്നൊവേഷൻസ് വരിക, ഇംപ്രൂവ്മെൻറ്റ് ഇൻ പുതിയ പ്രൊഡക്ഷൻ മെത്തേഡുകൾ മാർക്കറ്റിൽ വരിക, ഇതെല്ലാം യൂസ്ഫുൾ ലൈഫിനെ ബാധിക്കുന്നതാണ്. 7, ലീഗൽ ഓർ അതർ റെസ്ട്രിക്ഷൻസ്. എന്തെങ്കിലും ലീഗൽ പരമായിട്ട് ഇപ്പോൾ കോൺട്രാക്റ്റ് തീരുന്നു, അതൊക്കെ വേറെ എന്തെങ്കിലും ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ അതൊക്കെ എന്തിനെ ബാധിക്കും? ഇപ്പോൾ ഇപ്പം നമ്മുടെ കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി. അപ്പോൾ മെഷീനറി പ്രൊഡക്ഷൻ ഇല്ലാണ്ട് മെഷീൻ അവിടെ യൂസ് ചെയ്യാതെ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ യൂസ്ഫുൾ വാല്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെയുള്ള സിറ്റുവേഷനും എന്തിനെ ബാധിക്കും? യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റിനെ ബാധിക്കും. അടുത്തത് 58, വാട്ട് യു മീൻ ബൈ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഈസ് റാഷണൽ ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ഓവർ ദ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അടുത്തത് 59, അക്കോർഡിംഗ് ടു അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. ഈ ക്വസ്റ്റ്യനും നേരത്തെ റിപ്പീറ്റ് വന്നതാണ്. എ സിസ്റ്റം ഓഫ് അക്കൗണ്ട് വിച്ച് എയിംസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോസ്റ്റ് ഓർ അതർ ബേസിക് വാല്യൂസ് ടാഞ്ചിബിൾ അസറ്റ്സ് ഓവർ ദ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ്. ഇനി അടുത്തത്, ഇത് രണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത 60, ഡിപ്രീസിയേഷൻ ആൻഡ് അതർ സിമിലർ ഐറ്റംസ് വിച്ച് ആർ ആൾസോ യൂസ്ഡ് ടു കണക്ട് ദ ഡിപ്രീസിയേഷൻ ആർ. അപ്പോൾ ഡിപ്രീസിയേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേറെ 2 ടേമുകളും സിമിലർ ടേമുകളും വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡിപ്ലീഷൻ ആൻഡ് അമോർട്ടൈസേഷനും ഡിപ്ലീഷനുമാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഡിപ്ലീഷൻ നോക്കാം നമുക്ക്. ഡിപ്ലീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ദ ടേം ഡിപ്ലീഷൻ ഈസ് യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് മൈൻസ്, ക്വാറീസ് എക്സെട്ര that reduces the availability of material or assets. അപ്പോൾ എന്താണ് നമ്മൾ ഡിപ്ലീഷനും ഡിപ്രീസിയേഷനും തമ്മിലുള്ള വ്യത്യാസം? ഡിപ്രീസിയേഷൻ നമുക്കറിയാം, ഒരു അസറ്റിലെ ഫിക്സഡ് അസറ്റിൽ ഉണ്ടാവുന്ന തേയ്മാനം. ദ ടേം ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ആൻ അക്കൗണ്ടിങ് മെത്തേഡ് യൂസ്ഡ് ഫോർ അലോക്കേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ടാഞ്ചിബിൾ ഓർ ഫിസിക്കൽ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ മേലിലോ ടാഞ്ചിബിൾ അസറ്റിൻ്റെ മേലിലോ ഒരു കമ്പനി അതിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് ഒരു അലോക്കേറ്റ് ചെയ്യുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ എന്താണ്? ഡിപ്ലീഷൻ നമ്മൾ ഇവിടെ പറഞ്ഞത്? ഡിപ്ലീഷൻ എന്ന് പറയുന്നതും ഡിക്രീസ് തന്നെയാണ്. നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ഒരു മെഷീനറിക്കോ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു ഡിക്രീസ് തന്നെയാണ്. ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ പ്രിപ്പോർഷൻ ടു ദ ക്വാണ്ടം ഓഫ് പ്രൊഡക്ഷൻ. അത് മെയിനായിട്ട് വരുന്ന ക്വാറീസിൽ, മൈൻസിൽ, ഓയിൽ വെൽസ്, ഫോറസ്റ്റ്സ് ഒക്കെ. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ്. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ്, ഫോറസ്റ്റ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഡിപ്രീസിയേഷൻ അല്ല വരുന്നത്, ഡിപ്ലീഷനാണ് വരുന്നത്. ഡിപ്ലീഷൻ. അപ്പോൾ നമുക്കവിടെ എക്സാമ്പിൾ മിക്ക PSC ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്
കുറച്ച് ഐറ്റംസ് തന്നിട്ട് അത് ഡിപ്രീസിയേഷൻ ആണോ ഡിപ്ലേഷൻ ആണോ അമോർട്ടൈസേഷൻ ആണോ അങ്ങനെ ബോത്ത് ഏതെങ്കിലും കൂടെ തരും. അപ്പോൾ ABCD എന്നുള്ള ഓപ്ഷൻസ് കാണും. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കുക. മൈൻസ്, കൊറീസ്, പിന്നെ എന്താ പറഞ്ഞ ഫോറസ്റ്റ്, പിന്നെ ഓയിൽ വെൽസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഡിപ്ലീഷനും എക്സാമ്പിൾസ് ആണ്. ഈ പറഞ്ഞ ഐറ്റംസിനൊന്നും ഡിപ്രീസിയേഷൻ സംഭവിക്കില്ല, ഡിപ്ലീഷനേ സംഭവിക്കുകയുള്ളൂ. അടുത്ത എക്സാമ്പിൾസ് ഫോർ ഡിപ്ലീഷൻ. ഇഫ് എ ബിസിനസ് എന്റർപ്രൈസ് ഈസ് into a mining business and purchase a coal mine rupees 10 lakh, then the value of coal mine decline with the extraction of coal out of mine. The decline in the value of mine is termed as depletion. അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിളിൽ ഒരു മൈനിങ് കമ്പനിയാണ്, കൽക്കരി മൈൻ ചെയ്തെടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അവിടെ എന്താണ്, കോൾ മൈനിങ് കമ്പനിക്ക് പർച്ചേസ് ചെയ്തു, എത്ര 10 ലക്ഷം രൂപ പർച്ചേസ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ഡിക്ലൈൻ വന്നു, എക്സ്ട്രാക്ഷനിൽ കോൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന മൈനിങ്ങിൽ ഒരു ഡിക്ലൈൻ വന്നു. അപ്പോൾ അങ്ങനെ ഒരു കുറവ് ഡിക്ലൈൻ വരുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിപ്ലീഷൻ എന്നാണ്. ഡിപ്ലീഷൻ. മൈൻ ചെയ്യുക, കൊറീസ് ഈ കല്ല് കല്ലുകൾ അല്ലെങ്കിൽ പാറക്കല്ല് പൊട്ടിക്കുന്നത് കൊറീസ്, പിന്നെ ഓയിൽ വെൽസ് എണ്ണക്കനികൾ, പിന്നെ എന്താ ഫോറസ്റ്റ്, ഇപ്പം തടി ഫോറസ്റ്റിൽ ചന്ദനത്തടി അങ്ങനെ വരുന്നതിനൊക്കെ എന്ത് പറയുക? ഡിപ്രീസിയേഷൻ എന്നല്ല പറയുന്നത്, ഡിപ്ലീഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 62. The main difference between depletion and depreciation is that the form is considered with the exhaustion of economic resources, but the latter is related to usage of asset. നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ഡിഫറൻസ് ആണ്. ഡിപ്ലീഷനും ഡിപ്രീസിയേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഡിപ്ലീഷൻ എന്ന് പറയുന്നത് എക്കണോമിക് റിസോഴ്സസിൽ ഉണ്ടാവുന്ന ഡിക്ലൈനും, മറ്റിടത്ത് എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ഓർ ഫിസിക്കൽ അസറ്റിൽ ഉണ്ടാവുന്ന കുറവുമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എക്കണോമിക് റിസോഴ്സസ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ ഡിപ്ലീഷനും, വേറെ എന്തെങ്കിലും ടാഞ്ചിബിൾ ഓർ ഫിസിക്കൽ അസറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷനുമാണെന്ന് നോക്കുക. അടുത്തത് 63. വൈ ഡിപ്ലീഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ ആർ ഗിവൺ സിമിലർ ഇൻ അക്കൗണ്ടിങ് ടേംസ്. എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് ടേംസിൽ ഈ അക്കൗണ്ടിങ് ബുക്സിലൊക്കെ ഈ ഡിപ്ലീഷനും ഡിപ്രീസിയേഷനും ഒരുപോലെ കാണിക്കുന്നത്? ഡിപ്ലീഷൻ ഈസ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇറ്റ് റിസൾട്ടഡ് ദ ഇറോഷൻ ഓഫ് ദി വാല്യൂ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എക്സ്പയർ ദ സർവീസ് പൊട്ടൻഷ്യൽ. വേറസ് ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഡിപ്ലീഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിൽ ഉണ്ടാവുന്ന എന്താണ് കുറവാണ്, അല്ലെങ്കിൽ വോളിയം ഓഫ് നാച്ചുറൽ റിസോഴ്സസ് കുറയുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി കഴിയുന്നതിനെയാണ്. ഡിപ്രീസിയേഷൻ നമുക്കറിയാം ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദി ഫിക്സഡ് അസറ്റ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഇന്ന് നോക്കിയത് ഏതൊക്കെ ടേമുകൾ. ഇപ്പോൾ ടേമുകളിൽ ഡിപ്ലീഷൻ നോക്കി. ഇനി അമോർട്ടൈസേഷൻ ഉണ്ട്. അമോർട്ടൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ നോക്കും. എന്നാലും ഒന്ന് പറയാം. അമോർട്ടൈസേഷൻ എന്ന് വെച്ചാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വാല്യൂ കുറയുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റിനെ പറ്റിയിട്ടാണ്. ഇവിടെ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സായ ഗുഡ് വില്ല്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ഇതിലൊക്കെ എന്ത് കുറവ് വന്നു കഴിഞ്ഞാൽ അതിനെ എന്താണ് പറയേണ്ടത്? അമോർട്ടൈസേഷൻ എന്നാണ് പറയുന്നത്. അമോർട്ടൈസേഷൻ ഓൺലി ഫോർ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി റിട്ടേൺ ഓഫ് ദ കോസ്റ്റ് ഓഫ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കോസ്റ്റ് റിട്ടേൺ ഓഫ് ചെയ്യുന്നതിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ. താങ്ക് യു.